Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും KAP അസിസ്റ്റന്റ് കമാൻഡന്റുമായിരുന്ന IM ബാബുരാജിന് വിട നൽകിയ നാട്. IM വിജയനടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിർമ്മാണത്തിന്റെ ഭാഗമായി പെരുമ്പാപ്പുഴയ്ക്ക് പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് എടാട്ട് വലിയകുന്ന് ഇടിച്ചു നിരത്തി മണ്ണെടുക്കുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് തദ്ദേശവാസികളിൽ നിന്നും ഉയരുന്നത്. മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് M. വിജിൻ MLA. പൂരോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കണ്ണൂർ ജില്ലയിലെ പ്രധാന പുഴകളിലൂടെ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുഴയോര ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പുഴയോര ശുചീകരണം നടത്തുന്നത്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും KAP അസിസ്റ്റന്റ് കമാൻഡന്റുമായിരുന്ന M. ബാബുരാജിന് വിട നൽകി നാട്. IM വിജയനടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരളം കണ്ട ഏറ്റവും മികച്ച വിംഗ് ബാക്കുകളിൽ ഒരാളായിരുന്നു ബാബുരാജ്. കേരള പോലീസ് ടീം ഫെഡറേഷൻ കപ്പ് ജേതാക്കളായ 2 തവണയും ടീമിൽ ഇദ്ദേഹം അംഗമായിരുന്നു. U. ഷറഫ് അലി, VP സത്യൻ, IM വിജയൻ, CV പാപ്പച്ചൻ, KT ചാക്കോ, ഹബീബ് റഹ്മാൻ എന്നിവർക്കൊപ്പം പോലീസ് ടീമിനായി മിന്നും പ്രകടനം നടത്തിയ താരമാണ് ബാബുരാജ്. കേരള പോലീസ് ദേശീയ പോലീസ് ഗെയിംസ് ഫുട്ബോൾ കിരീടം നേടിയപ്പോഴും മല്ലിക് ട്രോഫി നേടിയപ്പോഴും ടീം അംഗമായിരുന്നു. സന്തോഷ് ട്രോഫി, കണ്ണൂർ ശ്രീനാരായണ കപ്പ് ഉൾപ്പെടെ മറ്റു പ്രമുഖ ടൂർണമെന്റുകളിലും കളിച്ചിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനെ 1985 സൗത്ത് സോൺ ജേതാക്കളാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. 2008 മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടി. 2020 കേരള പോലീസിൽ നിന്ന് വിരമിക്കുന്നത്. പയ്യന്നൂർ ടൗൺ സ്പോർട്സ് ക്ലബ്ബ്, ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് എന്നിവയിലൂടെയാണ് ഇദ്ദേഹം കളിച്ചു വളർന്നത്. അന്നൂരിലെ മൊട്ടമൽ ഹൗസിൽ ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു അന്ത്യം. വിവിധ മേഖലകളിലുള്ളവരടക്കം നിരവധി പേർ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. IM വിജയൻ അടക്കമുള്ള മുൻ കേരള പോലീസ് ടീം അംഗങ്ങൾ തങ്ങളുടെ സഹപ്രവർത്തകനെ അവസാനമായി ഒരു നോക്കു കാണുവാൻ എത്തിയിരുന്നു. സംസ്കാരം ഞായറാഴ്ച മൂരിക്കോവിൽ സമുദായ ശ്മശാനത്തിൽ നടന്നു. Everybody, slow, up. Everybody, order, up. Everybody, break, off. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
ദേശീയപാതയ്ക്കായി എടാട്ടെ വലിയ കുന്ന് ഇടിച്ചു മാറ്റപ്പെടുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കുന്നിടിച്ചു മാറ്റപ്പെട്ടാൽ കുന്നിൻ താഴ്വരയിലെ ജനജീവിതം അനിശ്ചിതത്വത്തിൽ ആകുമോ, ജലലഭ്യത പോലും അപകടത്തിലാകുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത്. എടാട്ടെ വലിയ കുന്നിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ഈ കുന്നാണ് ഇടിച്ച് നിരത്താൻ പോകുന്നു എന്ന രീതിയിൽ പല ഇടങ്ങളിൽ നിന്നും പ്രചരണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ നാട്ടുകാർ ഒന്നടങ്കം ഇതിന് എതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടിച്ചു നിരത്തലിലേക്ക് വലിയ കുന്നിനെ വിട്ടുകൊടുക്കാൻ ഈ നാട്ടുകാർ തയ്യാറുമല്ല. എടനാട് എന്ന് തന്നെയായിരുന്നു ഈ നാട്ടിന് പേര്. പിന്നീടാണ് അത് എടാട്ട് ആയി മാറിയത്. ഇടനാടൻ ചെങ്കൽ കുന്നുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇടം എന്ന് തന്നെ മനസ്സിലാക്കണം. നമ്മുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്താൻ ഈ ചെങ്കൽ പാറകളും കുന്നുകളും ഒക്കെ എത്ര കണ്ട് വലിയ സ്ഥാനമാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാം. അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നാട്ടിന് മേലാണ്, കുന്നുകൾക്ക് മേലാണ് മരണമണി മുഴങ്ങുന്നത്. അതിനെതിരെ പ്രതികരിക്കേണ്ടുന്ന സമയം തന്നെയാണിത്. വെങ്കല ശില്പികളുടെയും ചിത്രകാരന്മാരുടെയും കണ്ടലിന്റെയും കുഞ്ഞങ്ങലം മാവിന്റെയും നാടായ കുഞ്ഞുമംഗലം എന്ന കൊച്ചു ഗ്രാമത്തിന്റെ വടക്കേ അറ്റത്തായാണ് എടനാട് അല്ലെങ്കിൽ എടാട്ട് ദേശം. മറ്റു ഭാഗങ്ങളിൽ നിന്നും ഏറെ വിഭിന്നമായൊരു ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെയുള്ളതും. ഇടനാടൻ കുന്നുകളും താഴ്വാരങ്ങളും അതിന് കൊലുസ് കെട്ടിയതുപോലെ പെരുമ്പ പുഴയും ചേർന്ന ഇടനാടൻ ഭൂപ്രദേശം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ വടക്കേ അറ്റത്തിന് എടനാട് എന്ന് പേര് വന്നതും. ഇപ്പോൾ ഈ കുന്നുകളാണ് ഈ താഴ്വാരത്തുള്ള ജനങ്ങളുടെ ജീവിതത്തിന് ആധാരമായിട്ടുള്ളത്. അവർക്ക് വേണ്ടുന്ന വെള്ളം, അവരെ കൃഷിക്ക് വേണ്ടുന്ന വളക്കൂറുള്ള മണ്ണ്, അവരെ നല്ല കാലാവസ്ഥ, ഇതൊക്കെ പ്രദാനം ചെയ്യുന്ന ഈ കുന്നുകളാണ്. ഈ കുന്നുകളുടെ പല കുന്നുകളും ഇടിച്ചു പോയിട്ടുണ്ട്. ചില കാറ്റാടി കുന്നിൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഇനി ഇടിക്കാൻ 5-6 ലോഡ് മണ്ണേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ പോയി. അപ്പോൾ ഈ കുന്നുകൾ ഇനിയും പോവുകയാണെങ്കിൽ ഇവിടെ ജനങ്ങൾ ഒന്നും ഇവിടെ താമസിക്കാൻ പറ്റില്ല. അതിൽ ഉറവ് വെച്ചിട്ട് വെള്ളമില്ലാതെ ഊർജ്ജല ഭൂമിയായി മാറും. ഇവിടുന്ന് കുടിയൊഴിഞ്ഞു കൊണ്ടുവരും. അവരവസ്ഥയിലാണ് ജനങ്ങൾ ഇതിനെ പ്രതിരോധിക്കാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. വലിയ കുന്നിന്റെ സംരക്ഷണത്തിനായി ഈ നാട്ടുകാർ ഒറ്റയ്ക്കല്ല. ഈ പ്രതിരോധത്തിന് ശക്തി പകരുവാൻ പരിസ്ഥിതി ഏകോപന സമിതി പ്രവർത്തകരും പയ്യന്നൂർ കോളേജിലെ വിദ്യാർത്ഥികളുമെല്ലാം മുന്നിട്ടിറങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും കുന്നിടിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും ദേശീയപാത അധികൃതർ പിന്മാറിയിട്ടുണ്ടെന്നും MLA M. വിജൻ അറിയിച്ചിട്ടുണ്ട്. MLAയുടെ ഈ വാക്കുകൾ കുറച്ചൊന്നുമല്ല നാട്ടുകാർക്ക് ആശ്വാസമായത്. കുന്നില്ലാതെ കുന്നിന് കിഴക്ക് എന്ന സ്ഥലനാമം മാത്രമായി ഒതുങ്ങിപ്പോകുമോ എന്ന വലിയ ആശങ്കയ്ക്ക് തന്നെയാണ് ഒരു പരിധിവരെ വിരാമമായത്. വലിയ കുന്നിൻ്റെ മണ്ണെടുത്ത ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴെടുത്തതല്ല, ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് മണ്ണെടുത്തതായിരുന്നു. അന്നും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതിനെ തടയുകയായിരുന്നു. അത്തരത്തിൽ സംരക്ഷിച്ച് നിർത്തുക തന്നെയായിരുന്നു ഈ വലിയ കുന്നിനെ എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല അപകടങ്ങളും നമ്മൾ ഇതിനു മുൻപ് ഷിരൂരിലെ അപകടങ്ങളടക്കം നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറുവത്തൂരിലെ വീരമല ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത്രത്തോളം ചോരയൊലിച്ചു വരുന്നത് പോലെയാണ് മഴക്കാലത്തൊക്കെ വീരമലയിൽ നിന്ന് വെള്ളം ഒഴിച്ചു വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറ്. ഈ റോഡിന്റെ പലയിടങ്ങളിൽ നിന്നും മണ്ണിടിച്ചിൽ, സിമന്റ് തേച്ച് ഉറപ്പിച്ച ഇടത്തുനിന്ന് പോലും മണ്ണിടിച്ചിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ്. ഇതൊക്കെ മുന്നിലുണ്ടാകുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ കുന്നിടിക്കുവാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നതിനെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടതും. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ വലിയ കുന്ന് ജൈവ വൈവിധ്യ സമ്പന്നമാണ്. നാളേക്ക് വേണ്ടി കരുതി വയ്ക്കേണ്ടതാണ്. മാത്രമല്ല കുത്തനെയുള്ള ചെരുവുകളാണ് കുന്നിന് എന്നതുകൊണ്ട് തന്നെ ഇടിച്ചു മാറ്റാൻ ശ്രമം തുടങ്ങിയാൽ കുന്നിന് 4 വശവും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകും. ഇത് താഴ്വരയിലെ വീടുകൾക്ക് വലിയ ഭീഷണിയാകും. നാടിന്റെ ആകെ ജലസ്രോതസ്സായി വർത്തിക്കുന്ന കുന്ന് ഇല്ലാതാകുന്നതോടുകൂടി ജലലഭ്യത ഇല്ലാതായി വറ്റിവരണ്ട നാടായി മാറും. അങ്ങനെ ജനജീവിതം തന്നെ അസാധ്യമായി തീരും. ഇങ്ങനെ നീളുകയാണ് ഈ പ്രദേശത്തുകാരുടെ വേവലാതികൾ. ഞാൻ ഈ പ്രദേശവാസി എന്നുള്ള എൻ്റെ വീടിൻ്റെ താഴെ തന്നെയാണ്, തൊട്ട് താഴെ എന്ന് വെച്ചാൽ 3-4 വീട് തൊട്ട് താഴെയുണ്ട്. തൊട്ട് അതിന് മുട്ടിയിട്ട് തന്നെയാണ് പെരുമ്പ പുഴ വരുന്നത്. അപ്പോൾ ഈ കുന്ന് പറഞ്ഞാൽ ഈ കുന്നിൻ്റെ മുകളിൽ വലിയ വലിയ പാറകളുണ്ട് മൊത്തം. അപ്പോൾ ഈ കുന്ന് ഇടിച്ചാൽ പിന്നെ നമ്മളെ വീടൊന്നും ഉണ്ടാവില്ല. നമ്മളെ വീട്, എൻ്റെ വീടെന്ന് മാത്രമൊന്നുമല്ല, ഈ എൻ്റെ ചുറ്റുവട്ടത്തിലെ ഒരു വീടും ഉണ്ടാവില്ല. ഇത്ര വേനൽ വന്നാൽ നമ്മളെ തൊട്ടപ്പുറത്തെ കുറച്ച് സ്ഥലമെല്ലാം പിന്നെ വേനൽക്കാലം വന്നാൽ ടാങ്കറിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. നമുക്ക് ഈ കുറച്ച് വീടുകൾ, ഈ പ്രദേശത്തിലെ ഒരു വീട്ടുകാർക്കും ഒരിറ്റ് വെള്ളം എത്ര വേനൽ വന്നാലും പറ്റില്ല.
നമ്മുടെ വിശ്വാസങ്ങളിലും ഇത്തരത്തിൽ മലകളും കുന്നുകളും മരങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കാറുണ്ട്. ഈ കുന്നിനും അത്തരത്തിലൊരു കഥ പറയുവാനുണ്ട്. കണ്ടംകുളങ്ങരയിൽ നിന്ന് തെയ്യത്തിന്റെ ഒരു വരവ് ഈ കുന്നിലേക്ക് ഉണ്ടാകാറുണ്ട്. ഈ വരുന്ന വഴിയിലൊക്കെയും കല്ലുകളിൽ വെള്ള നിറത്തിൽ ചായമടിച്ചു വച്ചിരിക്കുന്നത് തെയ്യത്തിനും പരിവാരങ്ങൾക്കും ഈ കുന്നിലേക്ക് കയറി വരുവാനും തിരിച്ചിറങ്ങി പോകുമ്പോഴും വഴി തെറ്റിപ്പോകാതിരിക്കാനാണ്. അത്തരത്തിൽ ഈ ഒരു കുന്ന് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിന് പോലും മങ്ങലേൽക്കുന്ന അല്ലെങ്കിൽ പോർലേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ പ്രദേശത്തുകാരോ അല്ലെങ്കിൽ നമ്മളിൽ ആരും തന്നെയോ വികസനത്തിന് എതിരൊന്നുമല്ല. ഒരു നാടിന്റെ ഗതാഗത സൗകര്യം വർദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് ആ നാടിന് ഏറ്റവും ആവശ്യം വേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ റോഡ് പണിക്ക് വരുന്നവരെയും JCB ഡ്രൈവർമാരെയും അവരുടെ കുടുംബങ്ങളും എങ്ങനെ കഴിയുന്നു എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ, പക്ഷെ അതിനൊക്കെ അപ്പുറം ജീവിതത്തിന്റെ ആധാരമായ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളായ ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഇത്തരം കുന്നുകൾ, ഇടനാടൻ ചെങ്കൽ കുന്നുകൾ ഇവിടെ നിലനിർത്തേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ. മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് എം വിജയൻ MLA. പൂരോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഭാഗമായിട്ടാണ് MLAയും MP എല്ലാം ഇവിടത്തേക്ക് ലൈറ്റ് അനുവദിച്ചത്. അതോടൊപ്പം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,25,00,000 രൂപ അനുവദിച്ചത് മാടായിക്കാവിൻ്റെ പ്രധാന കവാടത്തിൽ ഒരു അതിമനോഹരമായ ഒരു കവാടം സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് മുതൽ ക്ഷേത്രം വരെ 5.5 മീറ്റർ BMPC നിലവാരത്തിലുള്ള മെക്കാഡം റോഡ്. കർണാടകയിൽ നിന്നുൾപ്പെടെ ദിവസവും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മാടായിക്കാവ് ക്ഷേത്രത്തിലെത്തുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള റോഡ് വികസനത്തിനും മനോഹരമായ കവാടം ഒരുക്കുന്നതിനും 1.25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ ചെലവിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിശ്രമിക്കാൻ വിശ്രമകേന്ദ്രം ഒരുക്കാൻ പദ്ധതി ആലോചനയിലുണ്ട്. മാടായിപ്പാറയിലെ PWD റെസ്റ്റ് ഹൌസ് നവീകരിക്കാൻ 4 കോടി അനുവദിച്ചുവെന്നും എം വിജയൻ MLA പറഞ്ഞു. നവീകരണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗായകൻ നിരുപം സായി മുഖ്യാതിഥിയായി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ സുവനീർ പ്രകാശനം നിർവഹിച്ചു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, പഞ്ചായത്ത് അംഗം മണി പവിത്രൻ, ദേവസ്വം തലശ്ശേരി ഏരിയ ചെയർമാൻ K സത്യൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ K വേണു, ക്ഷേത്രം മാനേജർ N നാരായണ പിടാരർ, M രാമകൃഷ്ണൻ, നവീകരണ സമിതി സെക്രട്ടറി KVN ബൈജു, ജോയിന്റ് സെക്രട്ടറി A രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കണ്ണൂർ ജില്ലയിലെ പ്രധാന പുഴകളിലൂടെ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുഴയോര ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പുഴയോര ശുചീകരണം നടത്തുന്നത്. പെരുമ്പപ്പുഴയും കുപ്പം, വളപട്ടണം, മാഹി, രാമന്തലി പുഴകളും കൗവായിക്കായലുമാണ് ശുചീകരണം നടത്തുന്നത്. പുഴകളെ മലിനമാക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പുഴകളെ ശുചീകരിക്കാനാണ് ശുചീകരണ യജ്ഞത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ചാൾസൺ ഏഴിമല പറഞ്ഞു. നമുക്കറിയാം, ഒരു 5 വർഷം മുമ്പ് ഇതേപോലെ നമ്മുടെ ഈ പുഴക്കര നമ്മളൊരിക്കൽ അക്കാഡമിയുടെ നേതൃത്വത്തിൽ ഒരു കുഞ്ഞിമംഗലം വാട്സപ്പ് ഗ്രൂപ്പ്, സഖാക്കൾ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചിട്ട് ഈ പുഴ ഇതേപോലെ ശുചീകരിച്ചിരുന്നു. ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പം പുതിയതായിട്ട് ആളുകൾ നിക്ഷേപിക്കുന്നത് അത് കുറവാണ്. പക്ഷേ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ തീരങ്ങളിൽ അഴിഞ്ഞു കിടക്കുന്ന ധാരാളം പ്ലാസ്റ്റിക് കുപ്പികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അന്ന് ഒരു 5 വർഷം മുമ്പ് നടത്തിയ പ്രോഗ്രാമിലും അതേപോലെ തന്നെ കണ്ടിരുന്നു. പെരുമ്പപ്പുഴയിൽ നടന്ന ഉദ്ഘാടന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. വലിയ തോതിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് മാസങ്ങളോളമായി നടന്നു വരുന്നത്. മലിനമാക്കപ്പെട്ട നമ്മുടെ പുഴ, ആ പുഴക്കകത്തുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ചാൾസന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്നു വരുന്നത്. തുടർന്ന് പെരുമ്പ മുതൽ പാലക്കോട് അഴിമുഖം വരെയുള്ള ഇരുകരകളിലുമുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചു. കയാക്കിംഗ് തോണികളും നാടൻ വള്ളങ്ങളും ഫൈബർ വള്ളങ്ങളും ഉപയോഗിച്ചാണ് പുഴയിലെ ശുചീകരണം നടത്തിയത്. ഏപ്രിൽ 13-ന് കുപ്പം പുഴയിലും 20-ന് വളപട്ടണം പുഴയിലും 27-ന് മാഹി പുഴയിലും ഇത്തരത്തിൽ ശുചീകരണം നടത്തും. മെയ് 4-ന് രാമന്തള്ളി ഏറൻ പുഴയിൽ നടക്കുന്ന ശുചീകരണം കൗവായിക്കായലിലൂടെ കൊറ്റിക്കടവിൽ സമാപിക്കും. ശുചീകരണ യജ്ഞത്തിന്റെ സമാപനോദ്ഘാടനം രാമന്തള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂരിന്റെ വിപ്ലവരക്തം കൊണ്ട് ചുവന്ന മണ്ണിൽ നിന്നും ഡോക്ടർ വിജു കൃഷ്ണൻ CPIM പോളിറ്റ് ബ്യൂറോയിലേക്ക്. കരിവെള്ളൂരിലെ ഡോക്ടർ P കൃഷ്ണന്റെയും ശ്യാമളയുടെയും മകനാണ് വിജു കൃഷ്ണൻ.
CPIM പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ കരിവെള്ളൂരിനെ അഭിമാനിക്കാൻ വാനോളമുണ്ട്. സ്വന്തം നാട്ടുകാരൻ പൊളിറ്റ് ബ്യൂറോയിലെത്തുന്നത് രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരാൾക്കും അഭിമാനിക്കാവുന്നതാണ്. ബിജു കൃഷ്ണന്റെ ഹൈസ്കൂൾ പഠനം ബാംഗ്ലൂരിലായിരുന്നു. 1996 ന്യൂഡൽഹിയിലെ JNUവിൽ ചേർന്നു. SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. ഡൽഹിയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന മുഖമായിരുന്നു ബിജു കൃഷ്ണൻ. മാർക്സിന് ശേഷം അന്തോണിയോ ഗ്രാംഷി, ടെറി ഈഗിൾട്ടൺ, അൾത്തൂസർ, റോസ ലക്സംബർഗ്, അങ്ങനെ ഒരുപാട് മാർക്സിസ്റ്റ് നവ സൈദ്ധാന്തികർ ഒരുപാട് മാർക്സിസത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ പാതയിൽ പിന്നീട് പുതിയ ചെറുപ്പക്കാരൊന്നും കടന്ന് വന്നിട്ടില്ല, പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഈ ലോകത്തെ മാർക്സിസത്തിൻ്റെ സ്വാധീനത്തെ എന്തുകൊണ്ടാണ് ഇവരെ ആകർഷിക്കാതെ പോകുന്നത്? അല്ലെങ്കിൽ അത്രത്തോളം ബൗദ്ധിക ചിന്ത ചെറുപ്പക്കാരിൽ ഇപ്പോൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഒരു വളരെ ബ്രോഡായ ഫ്രെയിംവർക്കാണ് ഈ നിങ്ങൾ പറഞ്ഞ അവരൊക്കെ മുമ്പ് തന്നെ മാർക്സിസത്തിൻ്റെ ഒരു ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലുള്ള ഒരു അനാലിസിസാണ് നമ്മളൊക്കെ കൂടുതലും സൊസൈറ്റീൻ്റെ ഒരു അനാലിസിസ് നടത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ മുമ്പ് തൊട്ട് തന്നെ നല്ല രീതിയിൽ ഇന്ത്യയിലും കുറേ മുമ്പത്തെ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ കാര്യം എടുത്താൽ പ്രഭാത് പട്നായക്, ഉത്സ പട്നായക്, അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരും ഈ ഇന്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെ പറ്റി അനാലിസിസ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തും വിജയ് പ്രസാദ്, അതുകൂടാതെ മിക്ക യൂണിവേഴ്സിറ്റിയിലും ചെറുപ്പക്കാർ നല്ല രീതിയിൽ ഈ വിഷയങ്ങളിൽ, എൻ്റെ ഒരു PhD എന്നെ എടുത്തു നോക്കിയാൽ ആദ്യത്തെ 2 ചാപ്റ്ററിൽ ഈ മാർക്സിസ്റ്റ് അനാലിസിസ് ആണ്. ഇപ്പോൾ നമ്മൾ കർഷക സംഘത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഇടപെടുമ്പം ഇത് പ്രാക്സിസിലോട്ട് കൊണ്ടുവരാൻ കൂടി ചെയ്യുന്നത്. കർഷക നേതാവും സാമൂഹിക പ്രവർത്തകനും എന്ന നിലയിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. കാർഷിക വിഷയങ്ങളെക്കുറിച്ച് ആനുകാലികങ്ങളിൽ നിരവധി ലേഖനങ്ങളാണ് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ഇദ്ദേഹം നേതൃത്വം നൽകിയ കിസാൻ ലോങ് മാർച്ച് ഏറെ പ്രസിദ്ധമാണ്. ഭൂമി അധികാർ ആന്തോളന്റെ പ്രധാന സംഘാടകരിൽ ഒരാളാണ് ബിജു കൃഷ്ണൻ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിലെ അഴിമതിയും അതിന്റെ കൈപ്പേറിയ പ്രത്യാഘാതങ്ങളും ആദ്യമായി തുറന്നു കാട്ടിയത് ഇദ്ദേഹമായിരുന്നു. കർഷകന്റെയും പാവപ്പെട്ടവരുടെയും കൂടെ നിന്ന് അവർക്ക് വേണ്ടി പോരാടി ഒടുവിൽ ബിജു കൃഷ്ണൻ CPMന്റെ പരമോന്നത പദവിയിൽ വരെ എത്തി നിൽക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഒരു മാർക്സിസ്റ്റ് അപ്രോച്ച് വെച്ചുകൊണ്ട് അനലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. ഇപ്പോൾ കാർഷിക മേഖലയിൽ തന്നെ ഗ്രാമം കൊളീഗ്സിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മഹാദേവ് ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന വെറ്ററൻസ് കായികമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ SHO ശ്രീഹരി പ്രകാശന കർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ ഗ്രാമം കൊളീഗ്സിന്റെ ആഭിമുഖ്യത്തിൽ 2025 ഏപ്രിൽ 17, 18, 19, 20 തീയതികളിൽ മഹാദേവ് ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന വെറ്ററൻസ് കായികമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. മഹാദേവ് ഗ്രാമം അമ്പല മൈതാനിയിൽ വെച്ച് നടന്ന ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര താരം KU മനോജിൽ നിന്നും ലോഗോ ഏറ്റുവാങ്ങിക്കൊണ്ട് പയ്യന്നൂർ SHO ശ്രീഹരി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രസാദ് എന്ന പേരിൽ നടക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ ഒരുപാട് സന്തോഷം അറിയിക്കുന്നത്. മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം 3 വർഷം മുന്നേ ഒരു മരിച്ചുപോയി നമ്മൾ മറക്കുന്നില്ലല്ലോ. ഒരു വർഷം ആ പ്രസാദിനെ നമ്മൾ ഓർക്കുക എന്ന് പറഞ്ഞു. കാരണം അറിയാലോ, കൊറോണ പല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പ്രസാദിന് കൊറോണയെ കൊണ്ടുപോയത് കാരണം മറ്റൊരു അവസ്ഥയിലാണെന്നായിരുന്നു. എന്തായാലും ആ പ്രസാദിനെ കുറിച്ചിട്ട് ഓർമ്മിക്കുന്ന ഒരു ചടങ്ങിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ KV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. VP ശരത്ചന്ദ്രൻ, പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ KK കുമാർ, T കണ്ണൻ, KR പ്രസാദ്, TA രാജീവൻ, VP രാജേഷ്, VA കലേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആശ്രയ പദ്ധതി ധനസഹായവുമായി വെള്ളൂർ യൂണിറ്റ് കമ്മിറ്റി. വെള്ളൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ധനസഹായം കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വ്യാപാരികളുടെ കുടുംബങ്ങൾ അനാഥരാകരുത് എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആശ്രയ പദ്ധതി. ഈ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട വെള്ളൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ സീനിയർ വൈസ് പ്രസിഡന്റായിരുന്ന കോത്തായി മുക്കിലെ കോരൻസ് ബേക്കറി ആൻഡ് ഫ്രൂട്ട്സ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായ CT കോരന്റെ കുടുംബത്തിന് ധനസഹായം നൽകി. വെള്ളൂർ വ്യാപാരി ഭവൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ഏതു പ്രവർത്തന മേഖലയിലും ഒരു യുവാവിനെ പോലെ
മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ജില്ലാ കമ്മിറ്റിയും യൂണിറ്റ് കമ്മിറ്റിയും ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും മുഖ്യ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ധനസഹായം നൽകി. MT സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TV കരുണാകരൻ, KU വിജയകുമാർ, MP തിലകൻ, E കരുണാകരൻ, V നന്ദകുമാർ, VP സുമിത്രൻ, K ബാബുരാജ്, സായി കിഷോർ, TP മുഹമ്മദ് ഹാജി, EK നമ്പ്യാർ, K വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഭക്ഷണത്തിൽ വൈവിധ്യം തേടിയുള്ള പോക്കിൽ നാം പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങളെ വേണ്ടത്ര പരിഗണിക്കാറില്ല. അത്തരത്തിലൊന്നാണ് ചക്കപ്പൂതൽ. ഇതുകൊണ്ട് പലതരം ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഇത് ചക്കപ്പൂതലിന്റെ കാലമാണ്. കാർഷിക ഗ്രാമങ്ങളിൽ നിന്ന് മൂപ്പത്ത് മുൻപേ വെട്ടിയെടുക്കുന്ന ചക്കയാണ് ചക്കപ്പൂതൽ. പുതിയ കാലത്ത് ചക്കപ്പൂതലിനെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നില്ല. അത് ചക്കയായി മൂപ്പത്തുകയും പഴുത്തു പാഴായി പോകുന്ന കാഴ്ചയുമാണ് ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കാണപ്പെടുന്നത്. പുതിയ രുചിഭേദങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് യുവതലമുറ. അതുകൊണ്ട് തന്നെയാണ് ചക്കപ്പൂതലിന്റെ ഗുണങ്ങൾ അറിയാതെ പോകുന്നതും. അറേബ്യൻ വിഭവങ്ങളുടെ വ്യത്യസ്തത തേടി കുടുംബങ്ങൾ ഫാസ്റ്റ് ഫുഡ് കടകളിൽ സമയം ചെലവഴിക്കുമ്പോൾ പാഴായിപ്പോകുന്ന നാടൻ വിഭവങ്ങളെക്കുറിച്ച് ഓർക്കാറില്ല. മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ നമ്മുടെ തനത് വിഭവങ്ങൾ മറന്നു പോവുകയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചക്കയും ചക്കപ്പൂതലും കനികൾ വളർന്ന കേരളം ഇന്ന് ഇതെല്ലാം ഉപേക്ഷിക്കുകയും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സംസ്കാരത്തിനും യോജിക്കാത്ത മറുനാടൻ വിഭവങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാലം സമാഗതമായിരിക്കുന്നു. നമ്മൾ അവഗണിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ രുചിയുടെ താരമായി മാറിയിരിക്കുകയാണ് ചക്കപ്പൂതൽ. ചക്കയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ജാക്ക് ഫ്രൂട്ട് കൗൺസിൽ, കൃഷി വിജ്ഞാൻ കേന്ദ്ര തുടങ്ങിയ ഏജൻസികളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ചക്കയുടെ പ്രിയവും വിപണിയും വർദ്ധിക്കുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. നാടെങ്ങും കൊന്ന പൂവിട്ട് നിൽക്കുകയാണെങ്കിലും വിഷു എത്തിയതോടെ കടകളിൽ കൃത്രിമ കൊന്നപ്പൂക്കളും എത്തി. ഇതിനും ആവശ്യക്കാർ ഏറെയാണ്. വിഷു ലക്ഷ്യമിട്ട് വിപണിയിലെത്തിയ തുണിയിൽ തീർത്ത കൊന്നപ്പൂക്കൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഇവ വൻതോതിലാണ് ഫാൻസി കടകളിൽ എത്തിയിട്ടുള്ളത്. പ്ലാസ്റ്റിക് തണ്ടിൽ തുണിയിൽ തീർത്ത ഈ കൊന്നപ്പൂക്കൾ നാടും നഗരവും കീഴടക്കി കഴിഞ്ഞു. ഒറ്റനോട്ടത്തിൽ യഥാർത്ഥ പൂവാണെന്നേ തോന്നൂ. കഴിഞ്ഞ വർഷവും ഇത്തരം പൂക്കൾ എത്തിയിരുന്നുവെങ്കിലും വിപണി നേടിയിരുന്നില്ല. യഥാർത്ഥ പൂക്കൾ 1-2 ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂവെങ്കിൽ ഇവ ദീർഘകാലം നിലനിൽക്കും. അതിനാൽ ഈ തുണിമിശ്രിത കൊന്നപ്പൂക്കൾ വാങ്ങി അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നവരുമുണ്ട്. വിഷു എത്തിക്കഴിഞ്ഞു. കടകളിലെല്ലാം കൃത്രിമ കൊന്നപ്പൂ സുലഭമായി കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലും എല്ലാ സ്ഥലത്തും കൊന്നപ്പൂ ഉണ്ട്. ആ കൊന്നപ്പൂ വഴിയെ പോകാതെ എല്ലാവരും കടകളിൽ നിന്ന് കിട്ടുന്ന കൃത്രിമ കൊന്നപ്പൂവിന്റെ വഴിയാണ് പോകുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവ എത്തുന്നത്. വിഷു എത്തുന്നതോടെ ഇവയ്ക്ക് പ്രിയമേറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ചെറുകിട മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പെരിങ്ങോം ഏരിയ സമ്മേളനം മാത്തലിൽ നടന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പെരിങ്ങോം ഏരിയ സമ്മേളനം മാത്തലിൽ നടന്നു. CK സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KP കണ്ണൻ അധ്യക്ഷനായി. സുരേഷ് K അനുശോചന പ്രമേയവും മനോഹര ബാബു രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. T നാരായണൻ, ശ്രീജിത്ത്, രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 6 BJP സ്ഥാപക ദിനം ആചരിച്ചു. ചെറുകുന്നിൽ BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറി അരുൺ കൈതപ്രം ഉദ്ഘാടനം ചെയ്തു. BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 6 BJP സ്ഥാപക ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് CV സുമേഷ് നയിക്കുന്ന പദയാത്രയ്ക്ക് ചെറുകുന്ന് കതിരുവെക്കുംതറയിൽ സ്വീകരണം നൽകി. BJP കണ്ണൂർ ജില്ലാ സെക്രട്ടറി അരുൺ കൈതപ്രം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു K ചെറുകുന്ന്, ജിജേഷ് അണ്ണാമല എന്നിവർ നേതൃത്വം നൽകി. പദയാത്ര കണ്ണപുരത്ത് സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ചെറുവത്തൂർ കുഞ്ഞിരാമ പൊതുവാൾ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു.
VV നഗറിൽ നടന്ന ചടങ്ങിൽ P. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K. പ്രശാന്ത് മുഖ്യാതിഥിയായിരുന്നു. ചെറുത്തൂർ പഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത് ഹരിതഗ്രന്ഥാലയ പ്രഖ്യാപനം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CKV സുരേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഹരിതഗ്രന്ഥാലയ സർട്ടിഫിക്കറ്റ് K. കണ്ണൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് വൈസ് പ്രസിഡന്റ് CV വിജയരാജ്, വായനശാല സെക്രട്ടറി M. രാധാകൃഷ്ണൻ, ബാലവേദി സെക്രട്ടറി AK. ശിവനന്ദ, പപ്പൻ കുട്ടമത്ത്, CM ശ്യാമള എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. താമരംകുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. M. വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. താമരംകുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. M. വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളൂരും കാറമ്മേലുമായിട്ട് ഇനി 3 പരിപാടിയിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. ഇവിടെ റെസിഡന്റ് അസോസിയേഷൻ്റെ വാർഷികം വളരെ വിപുലമായി സംഘടിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായി താമരകുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ തലമെന്ന് പറയുന്നത് കൂടിച്ചേരൽ തന്നെയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ പലപ്പോഴും ഒരുപക്ഷെ നേരത്തെ പരസ്പരം കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം പല തിരക്കുകളും ഉണ്ടാകും. കുഞ്ഞിമംഗലം പഞ്ചായത്ത് മെമ്പർ C. ബാലകൃഷ്ണൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനം നിർവഹിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് K. ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. രാജൻ ചേനാട്ടിൽ, M. രാമചന്ദ്രൻ, ഇരിയലത്ത് രാജൻ, KP രാമചന്ദ്രൻ, സുധാ ഭാസ്കരൻ, ബിനീത ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരവും KP അസിസ്റ്റന്റ് കമാൻഡന്റുമായിരുന്ന M. ബാബുരാജിന് വിട നൽകിയ നാട്. M. വിജയനടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിർമ്മാണത്തിന്റെ ഭാഗമായി പെരുമ്പാപ്പുഴയ്ക്ക് പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് എടാട്ട് വലിയകുന്ന് ഇടിച്ചു നിരത്തി മണ്ണെടുക്കുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് തദ്ദേശവാസികളിൽ നിന്നും ഉയരുന്നത്. മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന വികസനത്തിന് ആവശ്യമായ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് M. വിജയൻ MLA. പൂരോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കണ്ണൂർ ജില്ലയിലെ പ്രധാന പുഴകളിലൂടെ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പുഴയോര ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പുഴയോര ശുചീകരണം നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.